വന്ന് ദൈവവചനം കേൾക്കുവാനും ഭാവി പരിപാടിയെക്കുറിച്ച് ആലോചിക്കുവാനും ഒക്കെ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ്. ഞാൻ ത്രാപ്പള്ളി സ്വദേശി. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. ഈ പമ്പാ നദി ഉത്ഭവിച്ച് വരുന്നത് ഞങ്ങളുടെ പമ്പാവാലിയിൽ നിന്നാണ്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് പമ്പാവാലി എന്നാണ്. അപ്പോൾ ആ പമ്പാവാലി നിന്ന് വരുന്ന നദിയാണ് ഇത്. അപ്പം എൻ്റെ സ്വദേശം പമ്പാവാലി, ത്രാപ്പള്ളി മാർത്തോമ ചർച്ച്. ഭാര്യയുടെ പേര് മിനി, അദ്ദേഹം കോന്നിയിലാണ്. മിനിയുടെ ആങ്ങള നമ്മുടെ സഭയിലെ ഒരു അച്ഛനാണ്. എനിക്ക് വിനോദിനായി പഠിച്ചു കോട്ടയത്ത് എനിക്ക്. എനിക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് ജാക്ക് സി തോമസ് എന്നാണ്. അവനിപ്പോൾ ഡൽഹിയിൽ ഡെല്ലെന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ MBAയുടെ പഠിത്തവും കൂടെ അവൻ ചെയ്യുന്നുണ്ട്. ഞാനും ഇനി മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ എന്നെ നേരിട്ട് ആദ്യമായിട്ടായിരിക്കാം കാണുന്നത് എങ്കിലും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കരള് മാറ്റി വെച്ച് ആശ്രർ മെഡിസിറ്റിയിൽ നിങ്ങൾ ഒത്തിരി പേരുടെ പ്രാർത്ഥന നമ്മുടെ സഭയായിട്ട് മൊത്തമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ മെയ് മാസം 11-ാം തീയതിയായിരുന്നു കരൾ മാറ്റി വെച്ചത്. അതിനുശേഷം മെയ് 10-ാം തീയതിയാണ് ഞാൻ ഈ കടവിൽമാളിയിൽ വരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. മിനിയുടെ മുട്ട് മാറ്റി വെച്ചാണ്. അതുകൊണ്ടാണ് മിനി ഇവിടെ കയറി വരാത്തത്. അവിടെ മുട്ട മടക്കുന്നതിന് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് മിനി കയറി വരാത്തത്. ഞങ്ങളെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കുക. എനിക്ക് ഏറ്റവും സന്തോഷം നിങ്ങളെക്കുറിച്ച് തോന്നുന്നത്, എൻ്റെ മനസ്സിലെ ഞാൻ ഒരു മൾട്ടി സെക്ടറായിട്ട് എനിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഒക്കെ ഉള്ളവരാണ്. ഞാൻ ആ ഭക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനവിടെ നിൽക്കുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോഴാണ് അച്ഛന് ഇങ്ങനെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ സാധാരണയായിട്ട് വൈകുന്നേരം ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് ആദ്യമായിട്ട് വളരെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ സന്ധ്യാസമയത്തൊരു ആ മീറ്റിംഗ് നടക്കുന്നത്. കാരണം ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കാതെ പറഞ്ഞു വിടുവാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ രാവിലെയാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, അതിനപ്പുറത്തോട്ട് സമയം എടുക്കാറില്ല. ഇവിടെ മനുഷ്യനേക്കാൾ കൂടുതലുള്ളത് കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ വളരെ കെയറായിട്ട് നോക്കിയില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളെ ഓർത്ത് എനിക്ക് സന്തോഷം ഇതാണ്, നിങ്ങൾക്ക് ഈ നശ്വരമായ ആഹാരത്തെക്കാൾ ഉപരിയായിട്ട് ആത്മീയ ആഹാരത്തിന് വേണ്ടി നിങ്ങളുടെ ആ ത്വരയും ആവേശവും അച്ഛൻ തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ നിന്നങ്ങ് പ്രസംഗിക്കാൻ തോന്നുന്നതെന്ന് അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളതായ നിങ്ങളുടെ ആ നല്ല മനസ്സ്, പ്രത്യേകിച്ച് ചുമതലക്കാരൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രാരംഭമാണ്. കർമ്മ പദ്ധതികൾക്ക് നിങ്ങൾ രൂപം കൊടുക്കുന്നതായ സാഹചര്യത്തിൽ ഇപ്രകാരം ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് നിങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ പുതിയ പ്രവർത്തന വർഷത്തിലേക്ക് ആരംഭിക്കുവാനായിട്ട് പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമായ കർത്താവ് ശക്തീകരിക്കട്ടെ. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഈ കടവിൽ മാളികയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന. അച്ഛൻ പറഞ്ഞ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ട്. 3 പുസ്തകങ്ങളൊക്കെ ഞങ്ങളിവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിഷയങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആ വിഷയങ്ങളൊക്കെ എഴുതി നമ്മുടെ മാരാൺ കൺവെൻഷന് വരുന്ന പ്രാർത്ഥനകൾ, ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനേകർ ഞങ്ങളോട് വിളിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം സമീപ ഇടവകളിൽ നിന്നും വിദൂരതയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥന നടത്തി വരുന്നു. സെപ്റ്റംബർ 5-ാം തീയതി ഇതിൻ്റെ ജന്മദിനമാണ്. അന്ന് മാത്രമാണ് ചാപ്പലിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്. മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ ആരാകും? അപ്പം വലിയവനായ ദൈവം പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകും. ഞാനാകുന്നവൻ ഞാനാകും. ഈ കടവിൽ മാളികയെ നോക്കി ഞാൻ ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന പോലെയാണ്. ശങ്കരാചാര്യരുടെ ഫിലോസഫിയൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാവുന്നതൊക്കെ. നേതി അതല്ല. എന്താണ് ദൈവം എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതല്ല. സ്നേഹമാണോ? അതല്ല. അത് മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള മാത്രമേ ഈ കടവിൽ മാളികയെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള ശ്രമമാണ്. ഞാൻ 3 വർഷം ഇവിടെ കാണും. ആ 3 വർഷം കൊണ്ട് ഞാൻ ഈ കടവിൽ മാളികയൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിൻ്റെ 3 പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് മാർട്ടിൻ ലൂതർ
കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതറായ എബ്രഹാം മൽപ്പാൻ അച്ഛൻ. മാർട്ടിൻ ലൂതർ അച്ഛൻ്റെ റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതറായിരിക്കുന്ന മൽപ്പാൻ അച്ഛന് അച്ഛൻ്റെ ആത്മീക ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ചരിത്രപരമായ ഒരു ആത്മീയമായ ഒരു പശ്ചാത്തലം. ചരിത്രപരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് റോയൽ കോർട്ടാണ്. റോയൽ കോർട്ടിൻ്റെ രീതി മെത്രാൻ കക്ഷി ബാബ കക്ഷി ഈ രണ്ടുപേരായിട്ട് തിരിഞ്ഞ് ആ കോർട്ട് കേസിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. 89-ലാണ് നമുക്ക് എല്ലാം നഷ്ടപ്പെടുന്നത്. എന്നാൽ 88-ല് അതിനു മുമ്പായിട്ട് ഈ കടവിൽ മാളികയിൽ തോമസ് കശീഷ എന്ന് പറയുന്ന അച്ഛനും അതുപോലെ തന്നെ 11 ആത്മായർ അവർ ഒന്നിച്ചിരുന്ന് ഇവിടെ പ്രാർത്ഥിച്ച് സുവിശേഷ പ്രസംഗ സംഘത്തിന് ഒരു വർഷത്തിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു 77-ലാണ് 1877-ലാണ് ഈ മെത്രാൻ കക്ഷി ബാബ കക്ഷി എന്നുള്ളത് തിരിവ് വരുന്നത്. അതിനുശേഷം 12 കൊല്ലങ്ങൾ കേസ് നടക്കുകയാണ്. 12 കൊല്ലങ്ങൾക്ക് ശേഷം ജൂലൈ 12-ാം തീയതിയാണ് ഈ നമുക്കെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുള്ളതായ കോടതി വിധി വരുന്നത്. അതിനു മുമ്പ് ഒരു വർഷം മുമ്പായിട്ട് അവിടെയാണ് ദൈവമായ കർത്താവ് പിതാക്കന്മാരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത്. അവർ MTA മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് അവർ രൂപം കൊടുക്കുകയാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഒരു പക്ഷേ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ശൂന്യതയിലേക്ക് നമ്മൾ മാറുമായിരുന്നു. അപ്പോൾ 88-ല് സെപ്റ്റംബർ 5-ാം തീയതി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന് രൂപം കൊടുത്തു. അതുകൊണ്ടാണ് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഈ തില്ലം എന്ന് ഈ കടവിൽ മാളികയിൽ പറയുന്നത്. ഇപ്പം ഞാൻ ഒന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം റോയൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് ചിന്തിക്കുക. 2 ആത്മീയ പശ്ചാത്തലം മാർട്ടിൻ ലൂതർ റിഫോർമേഷന്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഴക്കുന്ന മൽപ്പാനച്ച്, കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതർ ആയിരിക്കുന്ന മൽപ്പാനച്ച്. അപ്പം അച്ഛൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആത്മീയ ചൈതന്യം രൂപം കൊണ്ട് ചെമ്പകശ്ശേരി പിതാക്കന്മാർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെമ്പകശ്ശേരി പിതാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കനാന പള്ളിയിലെ എബ്രഹാം അച്ഛനാണ്. അച്ഛനെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പള്ളിമേടയായിരുന്നു ഇവിടെ ഈ കടവിൽ മാളിക. അന്ന് അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് പുതിയ ഒരു സംഘടിത ഭാവം ഉണ്ടായത് ഈ 1888-ലാണ്. അങ്ങനെ സുവിശേഷ പ്രസംഗ സംഘം രൂപം കൊണ്ടു. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ വളരെ ക്യാപ്സ്യൂൾ ടൈപ്പിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. മൂന്നാമതായിട്ട് ഇന്ന് അതിൻ്റെ ഒരു വർത്തമാനകാല പ്രസക്തി. അതിനെക്കുറിച്ച് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. എല്ലാ ചൊവ്വാഴ്ച ദിവസവും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഭവനമായിട്ട് ഈ കടവിൽ മാളിക ഇന്ന് നിലനിൽക്കുന്നു. ഇവിടെ പല ഇടവകളിൽ നിന്ന് അവരുടെ ജന്മദിനങ്ങളിൽ കുടുംബമായിട്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇരിക്കുകയും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. യുവജന സഖ്യമായിട്ട് അതുപോലെ തന്നെ ഇടവക സംഘമായിട്ട് കഴിഞ്ഞ ദിവസം 140ഓളം ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർ തിരുത്തിക്കാട് പള്ളിയിൽ നിന്നാണ് അവർ വന്നത്. അത്രയും പേരൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഇവിടെ. എങ്കിൽ പോലും അവരുടെ ആവേശം കൊണ്ട് നമ്മളിവിടെ ക്രമീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അവരുടെ രജത ജൂബിലിയുടെ 125-ാമത്തെ വർഷത്തെ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് അവർ വന്നതാണ്. അങ്ങനെ അനേകർ ഇവിടെ വന്ന് ധ്യാനയോഗങ്ങൾ, ഇടവ മിഷൻ്റെ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ സേവ്യ സംഘത്തിൻ്റെ റിട്രീറ്റ് ഒക്കെ നടത്താറുണ്ട്. അതിനൊക്കെ ഒരു വേദിയായിട്ട് ഈ കടവിൽ മാളിക മാറും. ഇതിൻ്റെ വർത്തമാന കാല പ്രസക്തിയെക്കുറിച്ച് 2 കാര്യം, വളരെ റീസെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ്. ഒന്ന്, ഇവിടെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. 12 പിതാക്കന്മാർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു ദിവസം അയൽപക്കത്ത് ഉള്ളതായ ആൾക്കാരെല്ലാം നോക്കുന്നത് കടവിൽ മാളിക തീ കത്തുന്നതായിട്ടാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവരെല്ലാവരും വന്നിട്ട് ഓടി വന്നിട്ട് ഈ നദിയിൽ നിന്ന് വെള്ളം എടുത്ത്, ഇത് ഞാൻ കേട്ട ഒരു കഥയാണ്, അതിനൊരു ചരിത്ര തെളിവൊന്നും എന്നോട് ചോദിക്കരുത്. അപ്പം ഞാൻ ആൾക്കാരിൽ നിന്ന് കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ആൾക്കാരെല്ലാം ഓടി വന്ന് വെള്ളം ഒഴിക്കുവാനായിട്ട് നോക്കുമ്പം മാളികയുടെ അടുക്കൽ വരുമ്പോഴേ തീയില്ല. അപ്പോൾ അവർ വിളിച്ചൊക്കെ സംസാരിച്ച് നോക്കുമ്പം 12 പേര് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മാളിക മുറിയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ എപ്രകാരം അനുഭവിച്ചു, അപ്രകാരം പരിശുദ്ധാത്മാവ് അഗ്നിയായി പെയ്തിറങ്ങിയ ഒരു സ്ഥലമാണ്. ദൈവമായ കർത്താവിൻ്റെ ദിവ്യമായ ചൈതന്യം ഇന്നും അലയടിക്കുന്ന മറ്റൊരു പള്ളിക്കാരുടെ കയ്യിലാണ് ഇത് ചിലപ്പം മറ്റൊരു ഭയങ്കര ഒരു വരുമാന കേന്ദ്രമായിട്ടൊക്കെ ഒരു വർഷത്തിൽ മാറിപ്പോകുമായിരുന്നു. ഒരിക്കലും ഒരു ഓർത്തഡോക്സ് പള്ളിയിലെ ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, സാധു കൊച്ചിന് ദേശീയ ഞങ്ങൾക്ക് തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ശരിക്ക് കാശുണ്ടാക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പക്ഷേ നമ്മൾ ഇന്നും ആത്മീയമായ ചൈതന്യത്തിന് നമ്മൾ
പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കടവിൽമാളികയെ നിലനിർത്തിയിരിക്കുകയും റിനോവേറ്റ് ചെയ്തത് 2005 ആ സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഇത് റിനോവേറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഈ കടവിൽമാളികയെ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസ് പുന്നമട അച്ഛൻ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇതിനെ നിലനിർത്തിയിരിക്കുകയും റിനോവേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അനേകർ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. രണ്ടാമത് ഒന്ന് ഞാൻ പറഞ്ഞത് അഗ്നി പെയ്തിറങ്ങിയ സംഭവമാണ് പറഞ്ഞത്. രണ്ടാമത് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് ഒരു യുവാവായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 4 കുഞ്ഞുങ്ങളും കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ടായിരുന്നു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിവിടെ കയറി വരുന്നു, എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് അവരുടെ കടവിൽമാളിയെക്കുറിച്ചൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ തടിയിൽ തൊടുമ്പോൾ എനിക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നതാണ്. അനേക പിതാക്കന്മാരുടെ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്നതായ ഈ ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കടവിൽമാളിക എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാനും ശ്രമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കടവിൽമാളിക എന്ന് പറയുന്നത് വളരെ വ്യക്തതയോടുകൂടെ ഇത് പുനർനിർവചിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളിൽ ആത്മീയ ചൈതന്യം പ്രാപിക്കാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തലവണക്കിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ദൈവമായ കർത്താവ് ശക്തീകരിക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്നതിലുള്ള